വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ആയിട്ടാണ്. സിമ്പിൾ ചിക്കൻ കറിയാണ്, എന്നാൽ ടേസ്റ്റ് ഒരു പുതുരുചി തന്നെയാണ്. ഇത് നമ്മൾ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ ഒരു മോഡലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എന്താ അതിനായിട്ട് ഞാൻ ബൗളിനകത്ത് 1 കിലോളമുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിലത്തെ വെള്ളമൊക്കെ വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ബൗളിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ 2 ടീസ്പൂണോളമുള്ള കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് 1.5 ടീസ്പൂണോളമുള്ള മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം 1.5 ടീസ്പൂണോളമുള്ള ഗരം മസാലപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അടുത്തത് ചേർത്തിരിക്കുന്നത് 1/4 ടീസ്പൂണോളമുള്ള നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളമുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും അങ്ങനെ എടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലാണ്. ഇനി നിങ്ങൾക്ക് പുതിനയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയില അത്രയും ക്വാണ്ടിറ്റി വേണ്ട, അതിനേക്കാളും ഇച്ചിരി കുറവ് പുതിനയില ചേർക്കാം. പക്ഷേ ഞാൻ അവിടെ നിന്ന് പുതിനയില ചേർക്കുന്നില്ല കേട്ടോ, മല്ലിയില മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഇത് ഏകദേശം 2.5 ടേബിൾ സ്പൂണോളമുള്ള തൈരുണ്ട്. ഇതധികം പുളിയില്ലാത്ത തൈരാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. ഈ ചിക്കനിൽ എല്ലാ ചിക്കൻ പീസസിലും ഈ ഒരു മസാല ആകത്തക്ക രീതിയിൽ തന്നെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു 1 മണിക്കൂർ വെച്ചെന്നാൽ നല്ലതാണ്. എന്നാലും അരമണിക്കൂർ വരെ കുഴപ്പമൊന്നുമില്ല. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെച്ചെന്നാൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ 30 മിനിറ്റ് ഞാനൊന്നത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു 30 മിനിറ്റ് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. പ്രത്യേകിച്ച് നമ്മൾ ചിക്കൻ്റെ ലെഗ് പീസൊക്കെ വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ മസാലയൊക്കെ തിരുമ്മി പിടിപ്പിക്കുമ്പോഴത്തേക്കും ആ ഒരു ഉള്ളിലൊക്കെ കയറി നല്ലതായിട്ട് രുചിയൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ നമുക്കിത് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം 30 മിനിറ്റ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 2.5 ടേബിൾ സ്പൂണോളമുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 2.5 മീഡിയം സൈസായിട്ടുള്ള സവോള കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ കറിക്ക് വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ തക്കാളിയൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. ഞാനത് വഴിയെ പറയാം. അപ്പോൾ ഈ 2.5 സവോള അരിഞ്ഞത് നമുക്ക് ഈ ഒരു ബിരിയാണിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മേലെ നമ്മൾ ഇച്ചിരിയൊക്കെ വെതറി കൊടുക്കില്ലേ ഒന്ന് ഫ്രൈ ചെയ്തിട്ട്, അതേ കണക്കിന് ഇതൊരു ബ്രൗൺ കളറായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ എണ്ണ ചൂടാക്കാം. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ സവോള ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ, നല്ല ഒത്തിരി ക്രിസ്പി ആവുമൊന്നും വേണ്ട, എന്നാൽ എല്ലാ സവോളയും നല്ല ബ്രൗൺ കളർ ആവണം. അപ്പോൾ അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ സവോളയുടെ നിറക്കം മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതൊരു 30 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ആയിരുന്നു. ഇതൊന്ന് ഞാൻ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് വേവിക്കണം. അപ്പോൾ അവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊന്നും വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഒന്ന് വേവിച്ചെടുത്തത് കേട്ടോ. വേവിക്കാമെന്നല്ല, ജസ്റ്റ് ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടുമാണ്. ഞാൻ ഈ ഒരു കറിക്കകത്ത് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കുന്നില്ല. ഞാൻ അല്ലാതെയാണ് ഇതിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതാ ഇനി ഇതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ 1 ടീസ്പൂൺ കൂടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ ഇന്നിവിടെ തക്കാളിയല്ല ചേർക്കുന്നത്, അതിന് പകരം ഞാൻ ടൊമാറ്റോ സോസാണ് 2 ടേബിൾ സ്പൂണോളമുള്ള ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെ ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു നാടൻ ചിക്കൻ കറിയുടെ ഒരു രുചിയേ അല്ല അതിന്. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്കൊരു പുതു രുചി എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ഒരു സൂപ്പർ ചിക്കൻ കറിയാണ്. നല്ല കൊഴുപ്പായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുള്ള വെള്ളം തന്നെയായിരുന്നു ഇതിനകത്ത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ
വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഞാനിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഈ ഉള്ള ഗ്രേവി വെച്ചിട്ട് തന്നെയാണ് ഞങ്ങളിവിടെ കഴിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അല്പം മല്ലിയില ഒന്ന് ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പുതിനയില വേണമെന്നുണ്ടെങ്കിൽ അല്പം പുതിനയില വിതറി കൊടുക്കാം. പിന്നെ പച്ചമുളക് ഞാൻ ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ ഒരു പച്ചമുളക് നടുവേ കീറി ഞാൻ ഇനി നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ ഒരു സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സെർവ് ചെയ്യുന്ന സമയമായി. ഒന്ന് തുറന്ന് നോക്കുകയാണ്. കണ്ടോ, പച്ചമുളകൊക്കെ നല്ല പച്ചമുളകിൻ്റെ ആ ഒരു ആവിയിലൊക്കെ പച്ചമുളകിൻ്റെ സ്മെല്ലൊക്കെ ഒരു സൂപ്പർ സ്മെല്ലാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.